അനിഴം നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നക്ഷത്രം വെച്ച് മാത്രമല്ല നോക്കുന്നത്, ജനനമാസം വെച്ചുമാണ് നോക്കുന്നത്. നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കി, ജനനമാസം എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കി. അത് സൂര്യനെയും ചന്ദ്രനെയും എടുത്തുകൊണ്ടാണ് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്. അപ്പം ഫലം കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. പക്ഷേ ജനിച്ച മാസം അറിയണം, മലയാള മാസം. അതറിയില്ലെങ്കിൽ ജാനുവരി 10 ജനിച്ചെങ്കിൽ ഏതെങ്കിലും മലയാള കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10 കറസ്പോണ്ടിങ് മലയാള മാസം നോക്കിയാൽ മതി. പക്ഷേ ഈ മാസത്തിൻ്റെ ജാനുവരിയുടെ പകുതിക്കടുപ്പിച്ച് ജനിക്കുന്നവർക്ക്, അതായത് 15 അടുപ്പിച്ച് ദിവസങ്ങളിൽ ജനിക്കുന്നവർക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് അവർ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മലയാള മാസം പെട്ടെന്ന് കിട്ടും. ഇനി നമുക്ക് അനിഴം നക്ഷത്രക്കാർക്ക് ഓരോ മാസത്തിലുള്ള ഫലങ്ങൾ നോക്കാം. ജാനുവരി മാസം ഇടവം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ നല്ലതാണ്. ദൂരയാത്രകൾക്ക് അവസരമുണ്ട്. ഭാഗ്യമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ഇനി ഫെബ്രുവരി മാസം. ഫെബ്രുവരി മാസം പൊതുവെ നല്ലൊരു മാസമാണ്. എല്ലാവർക്കും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത്, ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലത്, ഭാഗ്യമുള്ളൊരു മാസമാണ്. ദൂരയാത്രകൾക്കെല്ലാം അവസരം കിട്ടും. അതുപോലെ തന്നെ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഇനി ഫെബ്രുവരി മാസം, ഫെബ്രുവരി പറഞ്ഞു. ഇനി മാർച്ച് മാസത്തെ ഇടവം, ചിങ്ങം ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ഭാഗ്യമുള്ളൊരു മാസമാണ്. ആത്മീയ വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയ മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ഇനി ഏപ്രിൽ മാസം. ഏപ്രിൽ മാസം ഇടവം, ചിങ്ങം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദൂരയാത്രകൾക്ക് അവസരമെല്ലാം കിട്ടും. ബാക്കിയുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ്. ആത്മീയ വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ഇനി മെയ് മാസം. മെയ് മാസം ചിങ്ങം, കന്നി, മീനം ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ്. ഭാഗ്യമുള്ളൊരു മാസമാണ്. കേസ് അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് മോശം കാണുന്നുണ്ട്.
ഇനി ജൂൺ മാസം, ഇടവം കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദൂരയാത്രകൾക്ക് അവസരമുണ്ട്. ഭാഗ്യമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ്. പുതിയ ആത്മീയ വിഷയങ്ങളെല്ലാം പഠിക്കേണ്ടിക്ക് പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ല മാസമല്ല. ജൂലൈ മാസം അതേപോലെ തന്നെ ഇടവം കന്നി ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദൂരയാത്രകൾക്ക് അവസരം കിട്ടുന്നുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ്. അത്തരം വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ മാസമല്ല. ഇനി ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റ് മാസം പൊതുവെ വലിയ ഗുണവും ദോഷമൊന്നും ഇല്ലാതൊരു മാസമാണ്. എന്തെങ്കിലും എടുത്തു പറയാൻ മാത്രം ഒന്നും കാണുന്നില്ല. ഗുണവുമില്ല, ദോഷവുമില്ല, അങ്ങനെയുള്ളൊരു മാസമാണ്. അതേസമയം കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റിയ ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. ആർക്ക്? കന്നി ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക്. ഇനി സെപ്റ്റംബർ മാസം. ഇടവ ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലിക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദൂരയാത്രകൾക്ക് അവസരങ്ങളുണ്ട്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ഭാഗ്യമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. ആത്മീയ വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും അവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. ഇനി ഒക്ടോബർ മാസം. ഒക്ടോബർ മാസം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇനി നവംബർ മാസം. നവംബർ മാസം പൊതുവേ മോശമായിട്ടാണ് കാണുന്നത്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസമാധാനക്കുറവ്, ടെൻഷൻ, തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. പണം നഷ്ടപ്പെട്ടുവോ കളവ് പോവോ ഇതിനെല്ലാം സാധ്യതയുണ്ട്. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ മാസമല്ല. കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല. എല്ലാ കാര്യത്തിനും ഒരു ചെലവിലൊരു നിയന്ത്രണം എല്ലാം വേണം. വേണ്ടാത്ത പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണം. എന്നാൽ ധനുവിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഇനി ഡിസംബർ മാസം. ഡിസംബർ മാസവും പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്.
വ്യക്തിപരമായിട്ട് മോശമാണ്, ആരോഗ്യപരമായിട്ട് മോശമാണ്, തൊഴിൽപരമായിട്ട് മോശമാണ്, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസമാധാനക്കുറവ്, ടെൻഷൻ, ഇതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഇടവത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. ഇതാണ് 2026 അനിഴം നക്ഷത്രക്കാർക്കുള്ള ഫലം.